ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവളം സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്റിജേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ കൂട്ടുകാർക്കും കുറച്ചൊക്കെ പാടായിട്ടുള്ള ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ആ ഇന്റിജേഴ്സിലെ തന്നെ അഡിഷനും സബ്ട്രാക്ഷനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ബെസ്റ്റ് വേ ടു പ്രഡിക്ട് അവർ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. നമ്മുടെ ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യണം, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, എബ്രഹാം ലിങ്കൻ ആണ് ഇങ്ങനെ പറഞ്ഞത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇന്റിജേഴ്സ് എന്നതാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. എന്താണ് ഇന്റിജേഴ്സ്? ഇന്റിജേഴ്സ് ഈസ് എ നമ്പർ വിത്ത് നോ ഡെസിമൽ. ഇന്റിജേഴ്സ് എന്ന് പറയുന്ന നമ്പറിൽ ആരില്ല എന്നാണ് പറയുന്നത്, ഡെസിമൽ ഇല്ല, പകരം ആരും ഇല്ല, ഫ്രാക്ഷൻസും ഇല്ല. നോ ഡെസിമൽസ് ആൻഡ് നോ ഫ്രാക്ഷൻസ് ആർ പ്രസന്റ് ഇൻ ഇന്റിജേഴ്സ്. അതായത് ഇന്റിജേഴ്സിൽ ആരില്ല, ഡെസിമലും ഇല്ല, ഫ്രാക്ഷനും ഇല്ല. പിന്നെ അവിടെ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, സീറോയും ഉണ്ട്. അപ്പൊ ഇന്റിജേഴ്സ് എന്ന് പറയുന്ന നമ്പറാണ്. അത് ഡെസിമൽ നമ്പറും ഇല്ല, ഫ്രാക്ഷണൽ പാർട്ടും ഇല്ല. പിന്നെ അതിനകത്തുള്ളത് ആരാണ്? നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, സീറോയും ഉണ്ട്. ഇതാ നോക്കിയേ, നമ്പർ ലൈൻ. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഈ നമ്പർ ലൈനകത്തുള്ള ആൾക്കാർ നോക്കിയേ, നെഗറ്റീവ് ഇന്റിജേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഇന്റിജേഴ്സ്. അതായത് സീറോയിൽ ഒരു ഭാഗത്തുള്ളത് ആരാണ്? പോസിറ്റീവ് ഇന്റിജേഴ്സും സീറോയുടെ മറ്റേ ഭാഗത്തുള്ള ആൾ ആരെന്ന് വെച്ചാൽ ആരെന്ന് പറയണം? നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയണം. സീറോ എന്ന് പറയുന്ന ആളാരാണ്? ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. സീറോ എന്ന് പറയുന്നത് പോസിറ്റീവും അല്ല, നെഗറ്റീവും അല്ല. സീറോയുടെ ഒരു ഭാഗത്തുള്ള ആൾക്കാർ പോസിറ്റീവും ഒരു ഭാഗത്തുള്ള ആൾക്കാർ എന്തോന്നാണ്? നെഗറ്റീവുമാണ്. ഇനി എന്നാലും ചോദിക്കുകയും, ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ ഏത്? ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിച്ചു. ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഏതേ പറയാൻ പറ്റൂ? ഇൻഫിനിറ്റി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഏതെന്നേ പറയാൻ പറ്റത്തുള്ളൂ? ഇൻഫിനിറ്റി എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഏതെന്ന് പറയാനാണ് പറയുന്നത്? 1. ഓക്കെ, ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? 1 എന്ന് പറയണം. ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? 1 എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് ഇന്റിജർ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? ഏറ്റവും വലിയ നെഗറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? -1 എന്ന് പറയണം. ഏറ്റവും വലിയ നെഗറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? -1. ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ 1ഉം ഏറ്റവും വലിയ പോസിറ്റീവ് ഇന്റിജർ ഏതുമാണ്? -1 ആണ്. ഓക്കെ, സീറോ എന്ന് പറയുന്നത് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. സീറോയ്ക്ക് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ആരുമില്ല. ഓക്കെ, ഇത്രയാണ് ഇന്റിജേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പം ഏറ്റവും വലിയ നെഗറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? -1. ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇന്റിജർ ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? 1 എന്ന് പറയണം. ഇനി നമ്മൾ ഈ കണ്ട പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡിഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ ഏതെന്ന് പറയണം? അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും പഠിക്കാനും ഒറ്റ റൂള് മാത്രമേ ഉള്ളൂ. അതായത് ഒറ്റ മെത്തേഡ്. എന്താ നോക്കിയേ, ഹൗ ടു ആഡ് ആൻഡ് സബ്ട്രാക്ട് ഇന്റിജേഴ്സ്. എങ്ങനെ നമുക്ക് ഇന്റിജേഴ്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അതായത് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ നോക്കി, ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നോക്കുക. എന്താണ്? സെയിം സൈൻ രണ്ടിടത്ത് ഒരേപോലത്തെ സൈൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, 1 + 3. ഒരു നമ്പറിനെ നമ്മൾ ചുമ്മാ എഴുതിയെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 4 എന്ന് പറയുന്ന നമ്പർ എഴുതി. ഈ നമ്പറിനെ ഞാൻ എന്താണ് ചുമ്മാ എഴുതിയിരിക്കുന്ന സൈന ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഓൾവേസ് എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, ഓൾവേസ് പോസിറ്റീവ്. ഇപ്പൊ സംഭവം പിടിയിട്ട് ഒരു നമ്പറിന് ചുമ്മാ എഴുതിയ അപ്പൊ ആരാണ്? പോസിറ്റീവ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചോ, -1. അങ്ങനെയാണെങ്കിൽ ആരാണ്? മൈനസ് ആണ്. ഓക്കെ, ഇത് നോക്കിയാണ് 1 + 3. 1ന് മുമ്പ് ഏതെങ്കിലും സൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ആരാണ്? പോസിറ്റീവ് ആണ്. അതാ നോക്കി, സെയിം സൈൻ അല്ലേ? സെയിം സൈനാണ് എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? പരസ്പരം അവർ രണ്ടേ ആഡ് ചെയ്തിട്ട് സൈൻ ഇട്ട് കൊടുത്താൽ മതി. 4. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, -1 -3. ഇവിടെ വന്നേക്കുന്നത് നോക്കിയാണ് രണ്ടും സെയിം സൈൻ. രണ്ട് സെയിം സൈൻ വന്നാൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കണ്ണും കൂട്ടി എന്ത് ചെയ്തോ? ആഡ് ചെയ്തു.
4. എന്നിട്ട് എന്ത് ഇട്ട് കൊടുക്കണം? സൈൻ. ഇവിടുത്തെ സൈൻ ഏതാണ്? നെഗറ്റീവ്. തീർന്ന പരിപാടി. ഇത്ര കാര്യമുള്ളൂ. സെയിം സൈൻ ആണ് വരണമെങ്കിൽ ആഡ് ചെയ്യുക, സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം. -2 -3. ഇവിടെ എന്തായിരിക്കും ഇവിടെ വരുന്നത്? -2 ഉണ്ട്, -3 ഉണ്ട്. രണ്ടിടത്തുള്ളത് ആരാണ്? സെയിം സൈൻ. സെയിം സൈൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ആഡ് ചെയ്യണം. 2 3 ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇവിടെ ഉള്ള സൈൻ ഏതാണ്? നെഗറ്റീവ്. പരിപാടി തീർന്നു. അപ്പൊ ഒന്നാമത്തെ റൂൾ നമുക്ക് മനസ്സിലായേ, സെയിം സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഇനി നെക്സ്റ്റ് ഡിഫറെന്റ് സൈൻ വരുന്ന കേസാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. സെയിം സൈൻ വന്നാൽ ഒന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ആഡ് ചെയ്യുക. ഏത് സൈൻ ആണോ, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, അങ്ങ് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇനി ഡിഫറെന്റ് സൈൻ ആണ് അവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രേറ്റർ വാല്യൂ, ഇവിടെ ഉണ്ടാകുന്ന വലിയ വാല്യൂ ചെറിയ വാല്യൂ കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ വരുന്ന വലിയ വാല്യൂ ചെറിയ വാല്യൂ കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ നോക്കാം. ഇതാ നോക്കിയേ. 3 - 4. 3 ഞാൻ അവിടെ ചുമ്മാ എഴുതിയിട്ടുള്ളേ. ചുമ്മാ എഴുതിയ 3 എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. നോക്കി 4 കൂടുതൽ കിടക്കുന്ന സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പൊ 4 നെഗറ്റീവ്, 3 പോസിറ്റീവ്. ഡിഫറെന്റ് സൈൻ ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രേറ്റർ വാല്യൂന്ന് സ്മോളർ വാല്യൂ കുറയ്ക്കുക. 4ൽ നിന്ന് എന്ത് കുറയ്ക്കണം? അപ്പോൾ നമ്മള് 3 കുറയ്ക്കണം. 4ൽ നിന്ന് 3 കുറയ്ക്കണം. ക്യാൻസൽ ആയിട്ട് എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, ഞാൻ 1 പറയും. 4ൽ നിന്ന് 3 കുറച്ച് ഞാൻ 1 ഇവിടെ എഴുതി. സൈൻ എന്തിട്ട് കൊടുക്കും? ഗ്രേറ്ററിന്റെ സൈൻ വേണമല്ലേ ഇട്ട് കൊടുക്കാൻ. 4ന്റെ സൈൻ എന്തോന്നാണ്? മൈനസ്. ആൻസർ നമുക്ക് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. -5 + 8. -5 + 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. രണ്ട് ഡിഫറെന്റ് സൈൻ, ഒരാൾ നെഗറ്റീവ്, ഒരാൾ പോസിറ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. എന്തോന്ന്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ഇവിടുത്തെ വലുത് ഏതാണ്? 8. 8ൽ നിന്ന് എത്ര കുറയ്ക്കുക? 5 കുറയ്ക്കുക. 8 - 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ആ 3 എടുത്ത് എവിടെ എഴുതുക? ഇവിടെ എഴുതുക. ഏതാണ്ട് ഇവിടുത്തെ വലിയ നമ്പര്? 8. അപ്പൊ 8ന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പൊ 3 ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇത്രയേ ഉള്ളൂ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സെയിം സൈൻ ആണ് വരുന്നത്, എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ആ സൈൻ ഇട്ട് കൊടുക്കുക. ഡിഫറെന്റ് സൈൻ ആണ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, കിട്ടുന്ന ആൻസറിനോട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 + 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോന്നാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 + 3. ഒരു നമ്പർ ചുമ്മാ എഴുതിയ ആ നമ്പർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു? പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞു. 2 + 3. ഇവിടെ നോക്ക്, രണ്ടും സെയിം സൈൻ. സെയിം സൈൻ ആണ്. രണ്ടും എന്തോന്നാണ്? സെയിം സൈൻ. സെയിം സൈൻ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പരസ്പരം ആഡ് ചെയ്യുക, കിട്ടുന്ന സൈൻ ഇട്ട് കൊടുക്കുക. 2 3 കൂടി എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. ആ 5 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് എഴുതണ്ട, ഞാൻ ജസ്റ്റ് എഴുതിയതാ. അപ്പോ 2 + 3. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് 5 എന്ന് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. -6 + 8. -6 ഉണ്ട്, +8 ഉണ്ട്. സെയിം സൈനോ ഡിഫറെന്റ് സൈനോ? ഡിഫറെന്റ് സൈൻ. ഡിഫറെന്റ് സൈൻ ആണ് ഇവിടെ. ഡിഫറെന്റ് സൈൻ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് എടുക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 8 - 6. 8ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. 8ൽ നിന്ന് 6 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ആ 2 ഇവിടെ എഴുതുക. വലുതിന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ്. അപ്പൊ 2 എന്നാണ് ഇവിടെ കിട്ടുന്ന ആൻസർ
പോസിറ്റീവ് 2 ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരുവിധം പിടി കിട്ടിയിട്ടുണ്ടേ. ഇതാ നോക്കി, സെയിം സൈൻ ആണ്, പരസ്പരം ആഡ് ചെയ്യുക, ആ സൈൻ ഇട്ട് കൊടുക്കുക. ഡിഫറൻറ്റ് സൈൻ ആണ് വരുന്നത്, എന്ത് ചെയ്യുക, ഗ്രേറ്റർ നമ്പറിൽ നിന്ന് ലെസർ നമ്പർ കുറയ്ക്കുക, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, വലുതിന്റെ സൈൻ എടുക്കുക. വലുതിന്റെ സൈൻ പോസിറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് ഇട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ. ഇവിടെ നോക്ക്, സെയിം സൈൻ ആണോ? അല്ല, ഡിഫറൻറ്റ് സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 31 നിന്നും 8. ഇവിടുത്തെ ബിഗർ നമ്പർ എപ്പോൾ ഏതാണ്? 31. ആ 31 എത്ര കുറയ്ക്കണം? 8 കുറയ്ക്കണം. 31 നമുക്ക് 8 കുറച്ച് എത്ര കിട്ടൂടാ? 23 കിട്ടും. അപ്പൊ 23 നമ്മൾ ഇവിടെ എഴുതി. ഈ 23 പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? അതാണ് അടുത്തത് നമ്മൾ നോക്കണം. ഇതാ നോക്കി, ഇതിനകത്ത് ബിഗർ നമ്പർ ഏതാ? 31. 31ന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ്. അപ്പൊ 23 എന്തുകൊണ്ട് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 71 പ്ലസ് 9. 71ഉം 9. 71ന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും സൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അവ എന്തോന്നാണ്? പോസിറ്റീവാണ്. 9ന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആരാണ്? പ്ലസ്, അവനും പോസിറ്റീവാണ്. അപ്പൊ രണ്ടും എന്തോന്നാണ്? സെയിം സൈൻ ആണ്. സെയിം സൈൻ ആണ്, എന്ത് ചെയ്താൽ മതി? പരസ്പരം ആഡ് ചെയ്യുക, അവിടെ ഉണ്ടായിരുന്ന സൈൻ ഇടുക. 71 9 കൂടി നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ഈ 80 എന്തോന്നാണ്? പോസിറ്റീവാണ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, -90 പ്ലസ് 2. ഇവിടെ നോക്കിയേ, -90 പ്ലസ് 2. ഇവിടെ ആരാണ്? നെഗറ്റീവ്, പോസിറ്റീവ്. അതായത് എന്തോന്നാണ്? ഡിഫറൻറ്റ് സൈൻ. ഡിഫറൻറ്റ് സൈൻ വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ബിഗറിൽ നിന്ന് സ്മോളർ കുറയ്ക്കുക. ഇവിടത്തെ ബിഗർ ആരാണ്? 90. 90 എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം. 90 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് പറയുന്നത്? 88 കിട്ടും. 90 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 88 കിട്ടും. ഈ കിട്ടിയ 88 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നാണ് നമുക്കടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. 90 ഉണ്ട്, 2 ഉണ്ട്. ബിഗർ നമ്പർ 90. 90യുടെ സൈൻ നെഗറ്റീവ്. സോ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ. അടുത്തത് നോക്കിയേ, മൈനസും പ്ലസും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് സൈൻ. 5ൽ നിന്ന് എത്ര കുറയ്ക്കുക? 5 ആണ് ബിഗർ. 1 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടുത്തെ 4 പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? ഇറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. കാരണം 5ന്റെ സൈൻ എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, -7 പ്ലസ് 20. രണ്ടും എന്തോന്നാ? ഇവിടെ ഡിഫറൻസ് സൈൻ അല്ലയോ? ഡിഫറൻസ് സൈൻ ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 20ന് 7 കുറച്ച് നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 13 കിട്ടും. ഏത് സൈൻ ആയിരിക്കും ഇവിടെ? 20 അല്ലേ കിടക്കുന്നത്? 20യുടെ ഫ്രണ്ട് ആരാണുള്ളത്? പോസിറ്റീവ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വീണ്ടും ഡിഫറൻസ് സൈൻ, മൈനസ് പ്ലസ്. വീണ്ടും ഡിഫറൻസ് സൈൻ വന്നുകൊണ്ട് മൈനസും വരും, പ്ലസും വന്ന് എന്ത് ചെയ്ത്? ബിഗർ നമ്പർ ആരാ ഇവിടത്തെ? 22. ഈ 22 ആര് കുറയ്ക്കുക? സ്മോളർ നമ്പർ കുറയ്ക്കുക. നമുക്ക് അവിടെ എത്ര കിട്ടും? 3 കിട്ടും. ഈ 3 പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാര്യം 22 ആണ് ഇവിടുത്തെ ബിഗർ നമ്പർ. 22ന്റെ സൈൻ എന്തോന്നാണ്? നെഗറ്റീവ് ആണ്. ഇനി അടുത്തത് -30. -30 പ്ലസ് 40. മൈനസും പ്ലസ്. അപ്പൊ എന്തോന്നാണ് ഇവിടെ? 2 സൈനാണ് കിടക്കുന്നത്. മൈനസും ഉണ്ട്, പ്ലസും ഉണ്ട്. ബിഗർ നമ്പർ 40. 40ൽ നിന്ന് എത്ര കുറയ്ക്കുക? 30 കുറയ്ക്കുക. 40ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടാം? 10 കിട്ടും. ഈ 10 പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാര്യം 40യുടെ സൈൻ എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് സ്മോൾ നമ്പരും 40 എന്തോന്നാണ്? ബിഗർ നമ്പരും ആണ്. അപ്പൊ ഇതാണ് അഡിഷന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2 സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ആ സൈൻ ഇട്ട് കൊടുക്കുക. 2 ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്തോന്ന്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വൺസ് മോർ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക.
വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ഉത്തരം കിട്ടും. ആ ഉത്തരത്തിന്റെ സൈൻ ഏതിന് കൊടുക്കണം? വലുതിന്റെ സൈൻ എടുത്ത് ആൻസറിന് കൊടുക്കണം. അപ്പൊ കൺസെപ്റ്റ് ഒന്നും കൂടെ പറയണമെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡിഫറന്റ് നമ്പർ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ബാക്കി കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതാ നോക്കിയേ, ഇവിടെ -1 -3 രണ്ടും ഒന്നാണ്, സെയിം സൈൻ. സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു? ആഡ് ചെയ്യാൻ പറഞ്ഞു. 4 രണ്ടിന്റെ സൈൻ ഏതാണ് നടക്കുന്ന? മൈനസ്. ഇത് സെയിം സൈൻ. ഇത് എവിടെ നോക്കിയേ, രണ്ടും കിടക്കുന്നത് ഒന്നാണ്, സെയിം സൈൻ. സെയിം സൈൻ വന്നാൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 5 + 18 8 എത്ര കിട്ടും? 13 കിട്ടും. സൈൻ ഏതാണ്? മൈനസ്. അടുത്തത്, ഒരു നമ്പർ ചുമ്മാ കിടന്ന ഏത് സംഖ്യയാണെന്ന് വിചാരിച്ചോണം? അവൻ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോണം. 5 - 9. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? ഡിഫറന്റ് സൈൻ ആണ് വന്നേക്കുന്നത്. ഡിഫറന്റ് സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഈ 4 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ്സ് ഓൾവേസ് നെഗറ്റീവ്. കാര്യം എന്തോന്നാണ്? 9ന്റെ സൈൻ നെഗറ്റീവ് ആയോ? ഇവിടെ നോക്കിയേ, രണ്ടും എന്തോന്നാണ്? സെയിം സൈൻ. സെയിം സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? പരസ്പരം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എന്ത് ഇടുക? ആ സൈൻ ഇട്ട് കൊടുക്കുക. 100 -100 ആണ് അവിടുത്തെ ആൻസർ. ഇനി ഇവിടെ നോക്കിയേ, 55 - 5. 55 എന്ന് വെച്ചാൽ പോസിറ്റീവ്, -5 നെഗറ്റീവ്, അതായത് ഡിഫറന്റ് സൈൻ. ഡിഫറന്റ് സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യ, അതായത് 55ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര വരും? ഇവിടെ 50 എന്ന് വരും. മൈനസും ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. 50ന്റെ സൈൻ എന്തോന്നാണ്? പോസിറ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, -9 + 9 ഡിഫറന്റ് സൈൻ. ഡിഫറന്റ് സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ വലുതും ചെറുതും എല്ലാം 9 ആയതുകൊണ്ട് 9 - 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. 9 - 9 ചെയ്യുമ്പോൾ നമുക്ക് എത്രയും കിട്ടും? 0 എന്ന് കിട്ടും. നമ്മളെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറയാം, 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. അടുത്തതും ഡിഫറന്റ് സൈൻ ആണ് വന്നേക്കുന്നത്. -7 + 9. അപ്പൊ എന്ത് ചെയ്യുക? 9ൽ നിന്ന് 7 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 2 എന്ന് കിട്ടും. ഈ 2 പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. കാര്യം 9ന്റെ സൈൻ എന്തോന്നാണ്? പോസിറ്റീവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടും സെയിം സൈൻ. സെയിം സൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 99 0 കൂട്ടി നമുക്ക് എത്ര തന്നെ കിട്ടും? 99 തന്നെ കിട്ടുമല്ലേ? സൈൻ ചെയ്തിട്ട് കൊടുക്കുക, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 8 - 48. 8 ഇവിടെ ചുമ്മാ നിൽക്കുക. അപ്പൊ 8ന്റെ സൈൻ എന്തോന്നാ? പോസിറ്റീവാ. വലിയ സംഖ്യ ആരാ ഇവിടുത്തെ? 48. 48ൽ നിന്ന് 8 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുമോടാ? ഇവിടെ നിന്ന് 40 എന്ന് കിട്ടും. 48ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. ആ 40 എന്ന് പറയുന്നത് എന്തോന്നാണ്? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് 40 ആയിരിക്കും നമുക്കാ കിട്ടുന്നത്. ഓക്കെ, ഏത് 40 ആയിരിക്കും നമുക്കാ കിട്ടുന്നത്? നെഗറ്റീവ് 40 ആയിരിക്കും നമുക്കാ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് ആ സൈൻ ഇട്ട് കൊടുക്കുക. ഡിഫറന്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. ഇത്ര കാര്യമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഒരു സെറ്റും കൂടെ ഉണ്ട്. ഇതാ നോക്കിയേ, 2 മൈനസ് ഒരുമിച്ച് വരുന്ന കേസ്, 3 സൈനൊക്കെ വരുന്ന കേസ് പോലെയുള്ള കേസുകളാണ്. നമ്മളിവിടെ നോക്കണതിന്റെ കാര്യം, ഒരിടത്ത് പ്ലസും പ്ലസും ഒരുമിച്ച് വന്ന, അതായത് നടുക്കൊക്കെ വരത്തില്ലേ, ഇപ്പോ 3 + 5. ഈ പ്ലസിന് മുന്നേ ഓൾറെഡി ഒരു പ്ലസ് ഉണ്ട്. ഈ പ്ലസും പ്ലസും ഒരുമിച്ച് വന്ന അവിടെ നമ്മൾ എന്തെന്ന് എഴുതിക്കോണം? പ്ലസ് എന്ന് തന്നെ എഴുതിക്കോണം. ഇനി ഇവിടെ പ്ലസ് മൈനസും വന്ന് എന്തെന്ന് എഴുതണം? പ്ലസ് മൈനസ് എന്ന് വന്ന് നമ്മളവിടെ എന്ത് തന്നെ എഴുതണം? മൈനസ് എന്ന് തന്നെ എഴുതണം. പ്ലസ് മൈനസും വന്ന് എന്ത് തന്നെ എഴുതണം? മൈനസ് എന്ന് തന്നെ എഴുതണം.
മൈനസും പ്ലസ് എന്ന് വന്നാൽ നമുക്ക് എന്ത് തന്നെ എഴുതാം? മൈനസ് എന്ന് തന്നെ എഴുതണം. ഇനി മൈനസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതുക? പ്ലസ് എന്ന് എഴുതുക. അതായത് രണ്ട് മൈനസുകൾ ഒരുമിച്ച് വന്നാൽ നമ്മൾ അവിടെ എന്തെന്ന് എഴുതിക്കോണം? പ്ലസ് എന്ന് എഴുതിക്കോണം. രണ്ട് മൈനസുകൾ ഒരുമിച്ച് വന്നാൽ പ്ലസ് എന്ന് എഴുതിക്കോണം. ഒരു മൈനസും ഒരു പ്ലസും ആണ് വരണമെങ്കിലും, ഒരു പ്ലസും ഒരു മൈനസും ആണ് വരണമെങ്കിൽ നമ്മൾ അവിടെ എന്തെന്ന് എഴുതിക്കോണം? നെഗറ്റീവ് എന്ന് എഴുതിക്കോണം. ഇത്ര കാര്യമുള്ളൂ അവിടെ. മൈനസും വന്നേക്കേ. മൈനസ് ഒരുമിച്ച് വന്നാൽ ഞാൻ അവിടെ എന്ത് എഴുതാൻ പറഞ്ഞ്? പ്ലസ് എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ നോക്കിയേ, 10 മൈനസ് ഒരുമിച്ച് വന്നേ. അപ്പൊ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം? പ്ലസ് 5 എന്ന് എഴുതാം. ഈക്വൽ എത്രയാണ് നമുക്ക് എഴുതാം? 15 എന്ന് എഴുതാം. 10 പ്ലസ് 5 എന്ന് എഴുതി. കാര്യം മൈനസ് ഒരുമിച്ച് വന്നോണ്ട് എന്ന് എഴുതി? പ്ലസ് എന്ന് എഴുതി. രണ്ടാം ദിവസം വീണ്ടും മൈനസ് ഒരുമിച്ച് വന്നിട്ടുണ്ടേ. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ എഴുതാം? -10 മൈനസ് ഒരുമിച്ച് നമ്മൾ എങ്ങനെ എഴുതാം? പ്ലസ് 5 ഈക്വൽ ടു, ഇവിടെ എന്തോന്ന്? ഡിഫറന്റ് സൈനാണ് ഇവിടെ വന്നത്. ഡിഫറന്റ് സൈൻ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് പറയുന്നത്? 5. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് പറയുന്നത് കിട്ടും. ഈ 5ന്റെ സൈൻ എന്തോന്നായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. 5ന്റെ സൈൻ എന്തോന്നായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സിമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വന്നു. മൈനസും പ്ലസും കൂടെ ഒരുമിച്ച് വന്നാൽ എന്താവും? ഞാൻ ഇവിടെ പറഞ്ഞ്, മൈനസും പ്ലസും കൂടെ ഒരുമിച്ച് വന്നാൽ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? -10 -5. -10ഉം -5 സെയിം സൈൻ. സെയിം സൈൻ എന്ന് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 15. എന്ത് 15? -15. ഇത്രയുള്ള കേസ്. അടുത്ത ദിവസം വീണ്ടും ആരൊക്കെ തമ്മിൽ യോജിച്ചു വന്ന്? പ്ലസും മൈനസും വന്ന്. പ്ലസും മൈനസും വന്ന് അവിടെ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 10 -5 സമം എത്ര? ഡിഫറന്റ് സൈൻ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. വലുതിന്റെ സൈൻ ഇവിടെ എവിടെയാണ്? 10 അല്ലേ വലുത്? വലുതിനോട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആരേ ഉള്ളൂ? 5. +5. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡീഷൻ. നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനെ പറഞ്ഞിട്ടുള്ളൂ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്ര ക്വസ്റ്റ്യൻ അല്ല വേണ്ടത്. ഇതിനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എന്താകത്തുള്ളൂ? തറവായിട്ട് റെഡിയായി വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. രണ്ട് മൈനസുകൾ ഒരുമിച്ച് വന്നാൽ, മിഡിലില് രണ്ട് മൈനസുകൾ ഒരുമിച്ച് വന്നാൽ നമ്മൾ എന്താ എഴുതിക്കോണം? പോസിറ്റീവ് എന്ന് എഴുതിക്കോണം. മിഡിലില് പോസിറ്റീവ് നെഗറ്റീവ് വരുവാണെങ്കിലും, നെഗറ്റീവ് പോസിറ്റീവ് വരുവാണെങ്കിലും നമ്മൾ എന്തായാലും എഴുതിക്കോണം? നെഗറ്റീവ് എഴുതിക്കോണം. ഓക്കെ, അപ്പോ ഇത്രയും കൺസെപ്റ്റുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിക്കൊണ്ട് വരണം. എല്ലാവർക്കും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് തോന്നുന്നു. വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.